എല്ലാവർക്കും നമസ്കാരം. ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനലിൽ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പം ഇതിൽ പ്രത്യേകിച്ചൊന്നുമില്ല. മലബാർ ബൊട്ടാണിക്കൽ ഗാർഡൻ ഫെസ്റ്റിവൽ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അതിൽ ഞങ്ങൾ ഇന്നലെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഋതുമോൾ എടുത്ത ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ ഇതിലൊരുപാട് പോരായ്മകളും വീഡിയോയ്ക്ക് ഒരുപാട് പ്രശ്നങ്ങളും ഒക്കെ ഉണ്ട് എന്നുള്ള അറിയാം. എങ്കിലും അടുത്ത വീഡിയോ ഞങ്ങൾ ഇതിൽ നന്നായി ചെയ്യാം. അപ്പോൾ ഇതെല്ലാവരും സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കണം. ഞാൻ ബൊട്ടാണിക്കൽ ഗാർഡനിലാണ് ഉള്ളത്. ഇവിടെ കണ്ട മരത്തിൻ്റെ മുകളിൽ ഇവിടെ അങ്ങനെ പൂവ് കൊണ്ട് കുറേ സാധനങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നു കേട്ടോ. ഞങ്ങളിതൊക്കെ കാണാൻ വന്നാണേ. എൻ്റെ കൂടെ ഉണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ രണ്ടാളെ അമ്മമാരും വന്നിരിക്കുന്നത്. ലൈറ്റൊക്കെ വെച്ച് നല്ല അടിപൊളിയാക്കി വെച്ചിട്ടാണ്. ഞങ്ങളിപ്പോൾ ബൊട്ടാണിക്കൽ ഗാർഡനിലാണ് ഉള്ളത്. എൻ്റെ അച്ഛമ്മ അവിടെയാണ് പണിയെടുക്കുന്നത്. ഈ ചെടികളൊക്കെ ഇവരെ അച്ഛമ്മയാണ് കുഴിച്ചിട്ടത്. കുറച്ച് ചെടികളൊക്കെ എൻ്റെ അച്ഛമ്മയാണ് കുഴിച്ചിട്ടുള്ളത്. നല്ല രസമുണ്ട് പൂക്കളൊക്കെ കാണാൻ. പിന്നെ കുറച്ചും കൂടി പോയാൽ പൂക്കാലത്തിന് പുലികളും പിന്നെ വേഴാമ്പൽക്കിളിയൊക്കെ ഉണ്ട്. അതൊക്കെ ഞങ്ങൾ കാണിച്ചു തരാം കേട്ടോ. കുറച്ച് മുന്നോട്ട് നടക്കാനുണ്ട്. കണ്ടോ, പൂക്കളൊക്കെ കണ്ടിട്ട് നമുക്ക് പറിച്ച് തലയിൽ വെക്കാൻ തോന്നൂല്ലേ. പക്ഷെ ഇവിടെ എഴുതിയിരിക്കുന്നത് ഡോണ്ട് ടച്ച് ഫ്ലവേഴ്സ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം ഇവിടെ എന്താ പറയുക, നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. കുറച്ച് ദൂരേക്ക് പോയാൽ സൂര്യകാന്തി ഒക്കെ നമ്മൾ കാണാം കേട്ടോ. കണ്ടോ, പിന്നെ മിസ്സുമാരൊക്കെ കുറേ ഇരുന്നിട്ട് ഫോട്ടോയൊക്കെ എടുത്ത സ്ഥലമാണിത്. താഴത്തേക്കൊക്കെ ഉണ്ട് കേട്ടോ. ഞങ്ങൾ അവിടേക്കൊന്നും പോകത്തില്ല കേട്ടോ. കണ്ടോ, താഴത്തേക്കൊക്കെ ലൈൻ വഴിയൊക്കെ ഉണ്ട്. ഞങ്ങൾ അവിടേക്കൊന്നും പോകത്തില്ല കേട്ടോ. കണ്ടോ, ഇവിടെ ഫ്ലവേഴ്സിൻ്റെ ഭാഗത്ത് ഡോണ്ട് ടച്ച് എന്ന് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ നോക്കിയപ്പോൾ ഡോണ്ട് ടച്ച് ഫ്ലവർ, അതാ ഡോണ്ട് ടച്ച് ഫ്ലവേഴ്സ് എന്നാണ് ഇതിൽ എഴുതിയിരിക്കുന്നത്. അത് വെച്ചിട്ട് മുഖം പറ്റി ഡോണ്ട് ടച്ച് ഫ്ലവേഴ്സ് എന്ന് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഞങ്ങളിതൊക്കെ കണ്ടപ്പോൾ ഞങ്ങൾക്കൊരു ഫോണിലൊക്കെ ഞങ്ങളിങ്ങനെ കാണാറുണ്ടായിരുന്നു. ഞങ്ങൾ കണ്ട പാട്ടൊക്കെ ഉണ്ടല്ലേ, നല്ല അടിപൊളിയായിരിക്കും. ഫാമിലീസൊക്കെ അങ്ങോട്ട് വരാൻ പറ്റിയൊരു സ്ഥലമാണ്. ഞങ്ങൾ ഇവിടുന്ന് നാളെ പാട്ടൊക്കെ പാടുന്നുണ്ട് ഗൈസ്. ഞങ്ങൾ ഇവിടുന്ന് നാളെ പാട്ടൊക്കെ പാടും. അവിടെ കണ്ടോ പൂമ്പാറ്റേൻ്റെ ഷേപ്പിൽ പൂവുകളൊക്കെ വെച്ചിരിക്കുന്നു കേട്ടോ. അടിപൊളിയായിട്ട് തോന്നുന്നുണ്ട് അല്ലേ. അപ്പം ആരൊക്കെയാണ് ഇവിടേക്ക് വരാൻ തോന്നുന്നത് അവർക്ക് ഇങ്ങോട്ട് വരാം. ബൊട്ടാണിക്കൽ ഗാർഡനിലാണ്. ഇവിടെ കുറേ മത്സരങ്ങളുണ്ട്. അപ്പം അതിലൊക്കെ പങ്കെടുക്കാൻ കഴിയുന്നവർക്കൊക്കെ പങ്കെടുക്കാൻ പറ്റുന്നതാണ്. അപ്പം ഞങ്ങൾ ഇന്നിവിടെ ബൊട്ടാണിക്കൽ ഗാർഡനിലാണ് നിൽക്കുന്നത്. ഇവിടെയൊക്കെ പുലിൻ്റെ പൂക്കളം കൊണ്ട് ഉണ്ടാക്കിയതാണ്. എങ്ങനെയുണ്ട്? ഞങ്ങൾക്ക് ഇത് കണ്ടപ്പോൾ തന്നെ നല്ല അതിശയം തോന്നി. കണ്ടോ, പിന്നെ എൻ്റെ കൂടെ ഒരു ഫ്രണ്ടും ഉണ്ട്. യൂട്യൂബ് ചാനലാണ്. ഞങ്ങൾ രണ്ടാളും ഒപ്പര യൂട്യൂബ് ചാനലാണ്. ഇവിടുത്തെ പൂക്കളൊക്കെ കണ്ടപ്പോൾ ഞങ്ങൾക്കൊരു താല്പര്യം തോന്നി. ഇങ്ങനെ ഫോണിൽ ഇവിടെ കാണാറുണ്ടായിരുന്നു. അപ്പം എന്നാൽ എല്ലാവർക്കും പുതിയ ചാനലിലേക്ക് സ്വാഗതം. ഇതാണ് എൻ്റെ ഡ്രസ് കോഡ്. എന്നാ നിങ്ങൾ കണ്ടില്ലല്ലോ, ഇതാണ് എൻ്റെ ഡ്രസ് കോഡ്. അപ്പോൾ അടിപൊളി സാധനങ്ങളൊക്കെ അവിടെ ഉണ്ട്. വീട്ടിൽ ഒറ്റക്ക് എവിടെയും പോവാതെ കുത്തിയിരിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിലേ ഇങ്ങോട്ട് പോരും കേട്ടോ. വേഗം പോന്നോളൂ. നല്ല അടിപൊളി സാധനങ്ങളൊക്കെ കാണാം. ഫാമിലിക്കൊപ്പത്തൊക്കെ ഇങ്ങോട്ട് വരുന്ന കൂട്ടുകാർക്കൊക്കെ നല്ലോണം ഇവിടെ ഇരുന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്നതാണ്. കണ്ടോ, അമ്മമാർ രണ്ടാളും ബാക്കിലായിപ്പോയി. അപ്പം ഞങ്ങൾ നിന്നു. അപ്പം അതാ സാധനങ്ങളൊക്കെ കഴിയാനായിരിക്കുന്നു കേട്ടോ. ഇനി കുറച്ചങ്ങോട്ട് കഴിഞ്ഞാൽ കുറച്ച് സാധനങ്ങളും കൂടി ഉണ്ട് കേട്ടോ. ഇവിടെ എല്ലാവരും എത്തിയിരിക്കുന്നു. ഹലോ ഗൈസ്, ഞങ്ങളെല്ലാം അത് കുറച്ച് ആൾക്കാരാണ് കേട്ടോ.
കേട്ടോ. ഞങ്ങൾ ലാസ്റ്റത്തെ സ്ഥലത്ത് എത്തിയിരിക്കുന്നു. ഇവിടെയാണ് ഞങ്ങൾ മാനിനൊന്നും കാണിച്ചില്ല. സോറി ഗൈസ്, ഇനി അടുത്ത പ്രാവശ്യം ഞങ്ങൾ നാളെയും വരുമ്പോഴേക്ക് ഞാൻ മാനിനെയൊക്കെ കാണിച്ചു തന്നത് കൊണ്ടേ ഞാൻ തീരൊക്കെ കാണിച്ചിട്ടില്ലേ. നാളെ ഞാൻ ഒന്നും കൂടി കാണിച്ചു ഗൈസ്. ഗൈസ് ഗൈസ് എന്ന് പറഞ്ഞിട്ട് ആൾക്കാർ ഒരു അമ്മമാരൊക്കെ ഒന്നുമില്ല. അതിന് അങ്ങനത്തൊന്നും അറിയില്ല കേട്ടോ അമ്മമാരെ. ഐഷ് ഇവിടെ പിന്നൊരു എന്താണ് പൂക്കളം കൊണ്ട് അതുപോലെ തന്നെ ഇതാ ഇവിടെ തെയ്യം വരച്ചിരിക്കുന്നു കേട്ടോ. തെയ്യമാണിത്. ഇവിടെ തെയ്യമൊക്കെ ഞങ്ങളെ അച്ഛമ്മ കേട്ടോ. ഏഴാമ്പല് നമ്മളെ വേഴാമ്പലാണ് ഇത് നിൽക്കുന്നത്. ഇരിക്കുന്നത് നമ്മളെ കുറച്ച് എൻ്റെ ഒന്നും കൂടി വെക്കാം കേട്ടോ. അവിടെ അങ്ങോട്ട് പാർക്ക് ഉണ്ട് കേട്ടോ. അത് നേരെ കാണുന്ന അവിടെ പാർക്കൊക്കെ ഉണ്ട്. നമ്മൾ കഴിഞ്ഞു കിട്ടോ സ്ഥലങ്ങളൊക്കെ. സൂര്യകാന്തിയും എല്ലാ പൂക്കളും ഉള്ളതാണ്. നമുക്ക് കാണാം കേട്ടോ. നമുക്ക് ബാക്കിയൊക്കെ എനിക്കൊക്കെ വന്നിട്ട് നമുക്ക് കാണാം. എന്നാലൊക്കെ കഴിച്ചൊക്കെ ചുറ്റൊക്കെ നിൽക്കുന്നത്. അപ്പം ഞങ്ങളിത് കഴിഞ്ഞിരിക്കുകയാണ്. ഇതാണ് മുറ്റത്തെ ഭാഗം. അവിടെ കണ്ട പൂമ്പാറ്റൊക്കെ ഉണ്ട് കേട്ടോ. അതിശയിപ്പിക്കുന്ന സാധനങ്ങളാണ്. ഇത് കണ്ടോ, മലബാർ ബോട്ടാണിക് ഗാർഡൻ എന്ന് വിളിച്ചിരിക്കുന്നു അല്ലേ. പിന്നെ ഇവിടെ ഡാൻസ്, നാട്യനൃത്തം എന്നുള്ള സാധനമൊക്കെ കൊടുത്തിട്ടുണ്ട്. കണ്ട അവിടെ ദൂരത്തൊരു പൂമ്പാറ്റ. ഒരു പൂമ്പാറ്റ അതാ കണ്ടോ, ഒരു പച്ച നിറത്തിലൊരു ചെറിയ പൂമ്പാറ്റകളൊക്കെ ഉണ്ട്. അപ്പം ഞങ്ങൾ ഇവിടെ നിർത്തിയാണ് കേട്ടോ. എല്ലാവർക്കും ഞങ്ങളെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ഗൈസ്, എന്നാൽ ഞങ്ങളെ വീഡിയോ അവിടെ നിർത്തുകയാണ്. ബൈ ബൈ.